എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പത്തേൻ്റെപ്പുറത്തൂത്തി എല്ലാവർക്കും ലൈസൻസ് എന്ന ലക്ഷ്യത്തോടു കൂടി ഇറ്റലിയിലുള്ള മലയാളികൾക്ക് വേണ്ടി ആരംഭിച്ച യൂട്യൂബ് ചാനലിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ക്വിസുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളുടെ കംപ്ലീറ്റ് നോട്ട്സും അതിന്റെ തിയറി പാർട്ടുകളും എല്ലാം തന്നെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിന്റെ തിയറി പാർട്ട് കേട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ക്വിസ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ എപ്പിസോഡ്. രണ്ടാമത്തെ അധ്യായം സെഞ്ഞാലിതി പെരിക്കളം, ഹസാർഡ് സയൻസ്, അപകടകരമായ എന്തെങ്കിലും റൂട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള സൈൻ ബോർഡുകൾ വെക്കും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്ഷനാണ്. അതിന്റെ ക്വിസുകളാണ്. ത്രികോണാകൃതിയിലായിരിക്കും അതിന്റെ രൂപങ്ങൾ. ത്രികോണാകൃതിയിലാണ് അതിന്റെ വെർട്ടെക്സ് കൂർത്തിരിക്കുന്ന ഭാഗം മുകളിലേക്കായിരിക്കും. അതാണ് സെഞ്ഞാലി പെരിക്കുളയുടെ പ്രത്യേകത. തന്നെയല്ല, ഇതിന് പുറമെ കുറച്ച് അടയാളങ്ങളൂടെ ഉണ്ട് സെഞ്ഞാലി പെരിക്കുളയിൽ വരുന്നത്. ക്രോച്ചരി സാൻ ആന്ത്രയ, അതേപോലെ ഡിസ്റ്റൻസിയ മേത്രിച്ച്. അത് ത്രികോണ ആകൃതിയിൽ അല്ലെങ്കിൽ പോലും അതും സെഞ്ഞാലി പെരിക്കുളയിൽ വരുന്നതാണ്. അപ്പൊ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട വരുന്ന എല്ലാ ക്വിസിലും ഇങ്ങനെ ചില കാര്യങ്ങൾ വരും. എല്ലാം ശരി ഉത്തരമാണ്. നോർമലി ഈ അടയാളങ്ങളെല്ലാം നോർമലി ഒരു അപകടം കാണുന്നതിന് 150 മീറ്റർ മുമ്പായിരിക്കും ഇപ്പോൾ ഇത് അടയാളം വെച്ചിട്ടുണ്ടായിരിക്കാം. എ പോസ്റ്റോ ദി നോർമ 150 metri dall'inizio della pericolo che segnala. നോർമലി ത്രികോണ ആകൃതിയിലുള്ള അടയാളങ്ങൾ ഈ അപകടം ആരംഭിക്കുന്നതിന് 150 മീറ്റർ മുമ്പായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ, പ്രസ്താര അറ്റൻസിയോണ്. അപ്പൊ ത്രികോണ ആകൃതിയിലുള്ള അപകടകരമായ സൈൻ കാണുമ്പോൾ നമ്മൾ അങ്ങേറ്റം ശ്രദ്ധിക്കണം. റെഗുലാറുള്ള വെലോച്ചിത്ത, വേഗതയിൽ നിയന്ത്രണം പാലിക്കണം. തെനേരെ സാൽദമെന്തോ, മുറുകെ പിടിക്കണം. വൊളാൻഡെ, സ്റ്റിയറിങ് അല്ലെങ്കിൽ സ്റ്റെർസോ. സ്റ്റിയറിങ്ങിനെ രണ്ട് രീതി പറയാം, വൊളാൻഡെ എന്നും പറയും, സ്റ്റെർസോ എന്നും പറയും. രണ്ടും മുറുകെ പിടിക്കണം. എവിത്താരെ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. എക്സസീവ, അമിതമായിട്ടുള്ള. സൊല്ലസിറ്റസ്യോനെ, അപ്പൊ കുണ്ടും കുഴി നിറഞ്ഞ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വണ്ടി ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള ചാഞ്ചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൊളാൻഡെ അല്ലെങ്കിൽ സ്റ്റെർസോ നമ്മൾ സാൽദമെന്തോ തെനേര ചെയ്യണം, മുറുകെ പിടിക്കണം. ഇൻ റിലേഷനെ കൊണ്ടീഷനെ സ്ട്രാത, ഇൻ റിലേഷനെ ആസ് പെർ ദ കണ്ടീഷൻ ഓഫ് റോഡ്. റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നമ്മൾ വേഗതയിൽ മിതത്വം പാലിക്കുകയോ വേഗത കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നത്. അതിന്റെ ഒരു ക്വിസ് സെക്ഷനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ക്വിസ്, സെഞ്ഞാലെ റഫിഗുറാത്തോ റിക്കേതി ദി റലന്താരെ per evitare urti con animali selvatici vaganti. അപ്പൊ ചിത്രം ഉദ്ദേശിക്കുന്നത് സെൽവറ്റിച്ചി വഗാന്തി എന്ന് പറഞ്ഞാല് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വന്യമൃഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. സെൽവറ്റിച്ചി വന്യമൃഗം, വഗാന്തി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന. അപ്പൊ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാം സെഞ്ഞാലോ റഫിക്കുറാത്ത. അതുകൊണ്ട് റിക്കേതി ദി റലന്താരെ, വേഗത കുറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വിത്താര് ഉർത്തി, ഉർത്തി എന്ന് പറഞ്ഞാൽ ഇടിയാണ്. ഇടി ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ ഇടിച്ച് ഐറ്റങ്ങൾക്ക് കേടുപാട് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗത കുറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ക്വിസ്, സെഞ്ഞാലെ റഫിഗുറാത്തോ ഔതോറിസ ല മാർച്ച പെർ ഫിലെ പാരലൽ. ഫിലെ പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് പരസ്പരം വാഹനങ്ങൾ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഫിലെ പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഔതറൈസ് ചെയ്യാണ്, അംഗീകാരം തരുന്ന ഒരു അടയാളമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വിസ് തെറ്റാണ്. ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രെത്തോയാണ്. റോഡിന്റെ വലതുവശം ചുരുങ്ങുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്. അപ്പൊ ഫിലെ പാരലായിട്ട് പോകാൻ അനുവാദം തരുന്ന ഒരു അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in presenza di segnale raffigurato è necessario prima di attraversare assicurarsi che non siano treni in arrivo sia da destra che da sinistra. അപ്പൊ ഇത് നമുക്കറിയാം, ഇതൊരു സെഞ്ഞാലി പെരിക്കുളമാണ്. ഇത് സെൻസ ബരിയർ ആയിട്ടുള്ള റെയിൽവേ ക്രോസ് 150 മീറ്റർ കഴിയുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കടന്നു പോകുന്നുണ്ട്. ഗേറ്റ് ഇല്ലാത്ത ഒരു റെയിൽവേ ക്രോസ് ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്.
in presenza del segnale è necessario prima di attraversare, മറികടക്കുന്നതിന് മുൻപ്, അപ്പൊ റെയിൽ മറികടക്കുന്നതിന് മുൻപ് assicurarsi, ഉറപ്പുവരുത്തണം che non siano treni in arrivo sia da destra che da sinistra. sia da destra വലതുവശത്തുനിന്നും che da sinistra ഇടത്തുനിന്നും വലത്തുനിന്നും ട്രെയിനുകളൊന്നും വരുന്നില്ല എന്ന് അസിക്കുറാറ് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഉത്തരം ശരിയാണ്. അടുത്ത segnale raffigurato preannuncia una svolta sinistra obbligatoria. ഒബ്ലിഗത്തോറി ആയിട്ട് നിർബന്ധമായിട്ട് ഇടത്തോട്ട് തിരിയണം എന്നാണ്. സോൾത്ത എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുക, സിനിസ്ത്ര ഇടതുവശത്തേക്ക്, ഒബ്ലിഗായിട്ട് ഇടതുവശത്തേക്ക് തിരിയണം എന്നാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റാണ്. അപ്പൊ ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ റൗണ്ട് അബൌട്ട് ഉണ്ടെന്നുള്ളതാണ്. ഒരു ക്രോസ് റോഡിൽ റൗണ്ട് അബൌട്ട് ഉണ്ട്. ആ റൗണ്ട് അബൌട്ട് നമ്മൾ വലതുവശത്തോടെയാണ് അത് കറങ്ങി പോകേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉത്തരം തെറ്റ്. Segnale raffigurato preannuncia un tratto di strada dove aumenta aderenza ന്യൂമാറ്റിച്ച്. അദറൻസ എന്ന് പറഞ്ഞാൽ ഗ്രിപ്പാണ്, ഗ്രിപ്പ്. ന്യൂമാറ്റിച്ച് എന്ന് പറഞ്ഞാൽ ടയർ അല്ലെങ്കിൽ ആ ഗൊമ്മ, ടയറിന്റെ ഗ്രിപ്പ് ആവുമെന്താര ചെയ്യുന്ന ഒരു റോഡാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റാണ്. നമുക്കറിയാം റോഡിൽ സ്ട്രിച്ചുള്ള പോലെ സ്ലിപ്പറിക്ക് സാധ്യതയുണ്ട്. ഒരു പക്ഷെ മഴ, ഐസ് അല്ലെങ്കിൽ റോഡ് തെന്നുന്ന ഒരവസ്ഥയുള്ള ഒരു സാഹചര്യത്തിൽ വെക്കുന്ന ഒരു അടയാളമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വേഗത കുറയ്ക്കാണ് വേണ്ടത്. കാരണം വെച്ചാൽ മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ പുറകിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അകലം പാലിക്കണം. മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഡിസ്റ്റൻസ് അസിക്കുറേസ് ആവുമെന്താറ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ്. അപ്പൊ ഇതിവിടെ ആവുമെന്ത അദറൻസളി അനുമാനിച്ച് അദറൻസ് കൂടുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്, മറിച്ച് അദറൻസ് കുറയാണ് ചെയ്യുക. അടുത്ത് segnale raffigurato preannuncia un tratto di strada la visibilità limitata. വിസിബിലിറ്റ നമുക്ക് കാഴ്ച ലഭ്യത, അത് പരിമിതി ഉണ്ട് എന്നാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുണ്ടും കുഴി നിറഞ്ഞ റോഡാണെന്നുള്ളതാണ്. ഇതൊരു ഇറക്കത്തെ തുടർന്നൊരു കയറ്റം ഉണ്ടെന്നുള്ള ഒരു അടയാളം ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വിസിബിലിറ്റി ലിമിറ്റാത്ത ഉള്ള ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. അടുത്തത് സെഞ്ഞാൽ റഫ്യൂറാത്തൻ. സെഞ്ഞാൽ പെരിക്കളാണ്. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്ന ത്രികോണ ആകൃതിയിലുള്ള ഒട്ടുമിക്ക സൈനുകളും സെഞ്ഞാൽ പെരിക്കളമാണ്. കാരണം 6 മാത്രം പെരിക്കുളൽ അല്ലാത്ത വരുന്നുണ്ട്, പ്രച്ചലൻസിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിൽ പോകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ്. അർജിനസു മോളോ, കടൽ ഭിത്തി തൊട്ട് താഴെ ഒരു കായലും അതിനോടൊപ്പം ഒരു ഭിത്തിയുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് സെഞ്ഞാല് പെരിക്കുളം എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. സെഞ്ഞാല് പെരിക്കുളമാണ്. ഉത്തരം ശരിയാണ്. señale raffigurate posto sulla parte posteriore sulla scuolabus. സ്കൂൾ ബസിന്റെ പുറകിൽ ചതുരാകൃതിയിൽ തന്നെ ഇതുപോലെ കുട്ടികളുടെ 2 ചിത്രമായിട്ടുള്ള ഒരു അടയാളം വരും. അതാണ് ഈ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. ഇത് ത്രികോണാകൃതിയിലുള്ളതാണ്. ഇത് കളിസ്ഥലത്തിനടുത്തോ അല്ലെങ്കിൽ ഒരു സ്കൂളിന് 150 മീറ്റർ മുമ്പോ ഒക്കെ വരുന്ന അടയാളമാണ്. പ്ലേ ഗ്രൗണ്ടിന്, ജോക്കി പാർക്കോ, ജോക്കിയുടെ അടുത്തൊക്കെ വരുന്ന അടയാളമാണ്. അപ്പോൾ സ്കൂൾ ബസിന്റെ പുറകിൽ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറകിലാണ്, പുറകിൽ വരുന്ന അടയാളമാണ് എന്ന് പറഞ്ഞ തെറ്റാണ്. അടുത്തത് റഫിഗുറാത്ത പ്രിയനാവണിച്ച ലവോറിൻ കോഴ്സ്. ലവോറിൻ കോഴ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് സൂചിപ്പിക്കുന്ന അടയാളമാണ് എന്നാ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ഇതൊരു ദോശോ, ഒരു കുന്ന്, ചെറിയൊരു കയറ്റം ഇറക്കമുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലവോറിൻ കോഴ്സോ തെറ്റാണ്. señale raffigurata preannuncia una restringimento. റെസ്റ്റിഞ്ചിമെന്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നുള്ള അവസ്ഥയാണ്. പെരിക്ലോസസ് ഉള്ള സിനിസ്ത്ര നല്ല കരയിജാത്ത, ഇടതുവശത്ത് കരയിജാത്തയുടെ വീതി റെസ്റ്റിഞ്ചിമെന്റ് ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഉത്തരം ശരിയാണ്. señale raffigurata preannuncia un strettoia. എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ഒരു റോഡിന്റെ പ്രീ അനൗൺസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ തെറ്റാണ്. ഇതും സ്ലിപ്പറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സ്ട്രെത്തോയുമായിട്ട് യാതൊരു ബന്ധമില്ല. തെറ്റ്. raffigurata preannuncia un tratto di strada che potrebbe allegarsi in caso di forte
Piogge. Il segnale raffigurato preannuncia un tratto di strada che potrebbe allegarsi in caso di forti piogge. അപ്പൊ ഈ അടയാളം ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഇറക്കമുണ്ട്, അതിനുശേഷം ഒരു കയറ്റുണ്ട്. സ്വാഭാവികമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. preannuncia ഈ അടയാളം സൂചിപ്പിക്കുന്നത് ഒരു tratto di strada ടൈപ്പ് റോഡാണ്. കെ potrebbe ഒരു പക്ഷേ അലഗാർസി എന്ന് പറഞ്ഞ വെള്ളപ്പൊക്കം, കാസതി ഫോർത്തി പിയൊജെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി ഉത്തരവാണ്. അടുത്ത segnale raffigurato preannuncia la presenza di tornati. tornati എന്ന് പറഞ്ഞാൽ ഹെയർ പിൻ ബെൻഡുകളെയാണ്. ഹെയർ പിൻ ബെൻഡ് ഇന്റഗ്രാത്ത കോൺ അപ്പോസിറ്റോ പനല്ലോ. അപ്പൊ ഇവിടെ എത്ര ഹെയർ പിൻ ബെൻഡ് ഉണ്ട്? 5 ടൊർണാത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 ഹെയർ പിൻ ബെൻഡുകൾ ഇതുപോലെ ഉണ്ടാകും എന്നാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു നമ്പർ ഇതിനോടൊപ്പം ഉണ്ടാകാം. ഉത്തരം ശരിയാണ്. കാരണം ഇവിടെ ഒരു ഹെയർ പിൻ ബെൻഡിനെ ഉദ്ദേശിക്കുന്ന ഒരു അടയാളമാണ്. പെരിക്ലോസ് ആയിട്ടുള്ള ഒരു വളവാണ്. ഒന്നിൽ കൂടുതൽ ഹെയർ പിൻ ബെൻഡ് ഉള്ളപ്പോൾ വെക്കുന്ന അടയാളമാണ്. ഉത്തരം ശരിയാണ്. അടുത്തത് segnale raffigurato preannuncia ബങ്കീനെ ചെതേവോള്. ബങ്കീനെ ചെതേവോള് എന്ന് പറഞ്ഞാൽ റോഡിന്റെ സൈഡിലുള്ള ഈ അരികിലുള്ള ഭാഗത്തെയാണ് ചെതേവോള ബങ്കീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെതേവോള എന്ന് പറഞ്ഞാൽ നശിച്ച, തകർന്ന എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുള്ള ഒരു ബങ്കീനെ ഉദ്ദേശിക്കുന്ന ഒരു അടയാളമാണ് ഇതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത് പെരിക്ലോതി മാസി കതൂത്തിയാണ്. മലമുകളിൽ നിന്ന് നമ്മളൊരു അടിക്കൂടെ പോണ സമയത്ത് മലയുടെ മുകളിൽ നിന്ന് കരിങ്കൽ കഷ്ണങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെക്കുന്ന അടയാളമാണ്. ഇപ്പൊ ബങ്കീനെ ചെതവോളി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. In presenza del segnale raffigurato è vietato sorpasso sul tratto in salita se la strada doppia senza circolazione con 2 sole corsie. അപ്പൊ circlas doppio senso ആണ്. രണ്ട് വശങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ ആകെ 2 കോർസിയേ ഉള്ളൂ. അപ്പൊ ഒരു സ്ട്രാതയിൽ ആകെ 2 കോർസിയേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിക്കുന്ന അടയാളത്തിൽ ഒരു കയറ്റം കൂടി ഉണ്ട്. അപ്പൊ കയറ്റമാണെങ്കിൽ ഇങ്ങനെയുള്ള റൂട്ടിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല വേറൊരു വണ്ടീനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ വിയത്താത്ത സർപ്പാസോ ഇങ്ങനെയുള്ള റൂട്ടിൽ കയറ്റത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം ശരിയാണ്. In presenza del segnale raffigurato non è consentito sorpassare gli altri veicoli su una carreggiata doppia circolazione solo con 2 corsie. അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. തൊട്ടു മുമ്പ് വന്നത് ഒരു കയറ്റമായിരുന്നെങ്കിൽ ഇതൊരു വളവാണ്. അപ്പൊ ഒരു കയറ്റത്തിലും വളവിലും 2 കോർസിയേ ഉള്ളൂ എങ്കിൽ, ഓരോ ഡയറക്ഷനിലേക്കും ഒരെണ്ണം വീതമാണ് ഉള്ളതെങ്കിൽ നമ്മൾ വളവിലും കയറ്റത്തിലും സർപ്പസാര ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ നോണെ കോൺസെൻട്രേറ്റോ സർപ്പസാര എന്ന് പറഞ്ഞിരിക്കണം. ഉത്തരം ശരിയാണ്. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. segnale raffigurato preannuncia un restringimento della carreggiata. കരേജാത്തയുടെ വീതി ചുരുങ്ങുന്ന ഒരു അടയാളമാണ്. ഉത്തരം ശരിയാണ്. നമുക്ക് ആ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം ഈ അടയാളത്തില് ഇതിന്റെ വീതി ചുരുങ്ങാണ്. restringimento sulla carreggiata ശരിയാണ്. segnale raffigurato preannuncia un doso. ദോസം എന്ന് പറഞ്ഞാൽ കയറ്റമാണ്. ചിത്രം കാണിക്കുന്നത് ഇറക്കമാണ്. ഇപ്പൊ ദോസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. segnale raffigurato preannuncia un tratto di strada con ബങ്കീനെ പെരിക്ലോസ്. ബങ്കീനെ പെരിക്ലോസ് അപകടകരമായ ഒരു ബങ്കീന അല്ലെങ്കിൽ ബങ്കീന ചെതവോളെ ആയിട്ടുള്ള ഒരു അടയാളമാണ്. എന്റെ സൈഡ് കണ്ടില്ലേ, ഇടിഞ്ഞ് തകർന്ന് കിടക്കാണ്. ഉത്തരം ശരിയാണ്. segnale raffigurato permette di transitare tra una barra e l'altra se la semibarriera sono chiuse dopo aver verificato che non ci sono treni in arrivo. അപ്പൊ ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ബരിയറയോ അല്ലെങ്കിൽ സെമി ബരിയറയോ ആയിട്ടുള്ള ഒരു റെയിൽവേ ക്രോസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ അടയാളം കാണുമ്പോൾ നമ്മളോട് പറയാണ് പെർമെത്ത ദി ട്രാൻസിറ്റാറ്, നമുക്ക് സഞ്ചരിക്കാനായിട്ട് അനുവാദം തരുന്നുണ്ട്.
Tra una barra e l'altra se le semibariere sono chiuse. അപ്പൊ ഇതൊരു സെമി ബരിയറയാണ്. സെമി ബരിയർ എന്ന് പറഞ്ഞാല് പകുതി വരെ ഗേറ്റ് ഉള്ളൂ എങ്കിൽ അങ്ങേവശത്തും പകുതി വരെയുള്ള ഗേറ്റ് അങ്ങേവശത്തുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെമി ബരിയറയാണ്, പകുതി വരെ അടഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇങ്ങനെ കടന്നു പോകാൻ അനുവാദം ഉണ്ടെന്നാണ് ചോദ്യം പറയേണ്ടത്. Tra l'altro se le semibariere sono chiuse dopo aver verificato non ci sono treno in arrivo. ട്രെയിൻ ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണ്. സെഞ്ഞാല് raffigurato richiede moderare la velocità. വേഗതയിൽ മിതത്വം പാലിക്കണം. ഇത് രണ്ടാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ moderare velocità എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ശരിയാണ്. സെഞ്ഞാല് പെരിക്കളോ തന്നെ നമ്മൾ വേഗതയിൽ മിതത്വം പാലിക്കാനാണ്. Segnale raffigurato preannuncia un senso unico alternato. സെൻസോ ഉണിക്കോ വൺ വേ ആയിട്ടുള്ള റോഡ് ആൾട്ടർനാത്ത മാറ്റം വരുത്തിയതാണ്. വൺ വേ റോഡിൽ മാറ്റം വരുത്തിയതാണ്. സെൻസോ ഉണിക്കോ ആൾട്ടർനാത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ റോഡിൽ മാറ്റം വരുത്തിയതാണ് എന്ന് പറഞ്ഞ് രണ്ടിടങ്ങളിൽ ചോദ്യം വരുന്നുണ്ട്. രണ്ടും തെറ്റായ ചോദ്യങ്ങളാണ്. ഇത് ഒരു സെൻസോ ഉണിക്കോ ആയിട്ടുള്ള റോഡ് ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരാൻ സാധ്യതയുണ്ട്, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് പോകണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് സെൻസോ ഉണിക്കോ ദോപ്യ സെൻസോ ആയിട്ട് ദിവന്തീര ചെയ്യാണ്. ടൂ വേ റോഡായിട്ട് മാറാണ് ഇനി അങ്ങോട്ട്. ഇതുവരെ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ദിശയിലേക്ക് മാത്രമായിരുന്നു പോകാൻ അനുവദിച്ചിരുന്നത്. ഇനി അങ്ങോട്ട് വിപരീത ദിശയിൽ നിന്ന് വണ്ടി വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം എന്ന് കാണിക്കുന്ന അടയാളം ആയതിന്റെ പേരിൽ ഇത് തെറ്റാണ്. In presenza del segnale raffigurato sono consentite le fermate. നമുക്കിവിടെ ഫെർമാത ചെയ്യാനായിട്ട് അനുവാദം ഉണ്ട്. നോള്ള സ്വസ്ഥ ഇൻ പ്രോസിമേറ്റ ഇൻ കൊറിസ്പോണ്ടൻസ് അതേ ബിനാരി. അപ്പൊ ഇത് നമുക്കറിയാം 150 മീറ്റർ മുമ്പ് ഒരു റെയിൽവേ ക്രോസിന് 150 മുമ്പ് വരുന്ന അടയാളമാണ്. ഒരു അറ്റവേസമെന്തോ ത്രേനോന്റെ ഒരു പസാജോ ലെവലോന്റെ 5 മീറ്ററിന്റെ ഉള്ളില് നമുക്ക് ഫെർമാതയും സ്വസ്ഥയും അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മളോട് ഇപ്പൊ പറയണത് സ്വസ്ഥ പ്രോസിമിത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്താണ്, നിയർ ബൈ. സ്വസ്ഥ നോണെ കോൺസെൻട്രേറ്റാണ്, നോണല്ല സ്വസ്ഥ ചെയ്യാൻ പാടില്ല. സോണ കോൺസെൻട്രേറ്റ ഫെർമാത. ഇവിടെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. നിർത്താനും പാടില്ല, പാർക്ക് ചെയ്യാനും പാടില്ല. അതിന്റെ കൊറിസ്പോണ്ടൻസിലും അതിന്റെ യഥാസ്ഥാനത്തും അതിന്റെ പരിസരത്തും നിർത്താനും പാർക്ക് ചെയ്യാനും അനുവാദമില്ല. അപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റോ അല്ല ഫെർമാത എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം തെറ്റാണ്. In presenza del segnale raffigurato è necessario, ആവശ്യമാണ്, percorrere una curva con più attenzione in caso di pioggia. In caso di pioggia, if there is rain, മഴയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അറ്റൻഷനോടെ ആയിരിക്കണം, പ്രത്യേകിച്ച് വളവിൽ കുറുവയിൽ. ഉത്തരം ശരിയാണ്, കാരണം ഇതൊരു ഹെയർ പിൻ ബെൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. In presenza del segnale raffigurato è consentito effettuare la fermata in curva. വളവില് നമുക്ക് ഫെർമാത ചെയ്യാൻ പറഞ്ഞ തെറ്റാണ്. നിർത്താൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പാടില്ല, റെട്രോ മാർച്ച റിവേഴ്സ് പാടില്ല, ഇൻവെർസോണി മാർച്ച യൂട്ടേൺ എടുക്കാൻ പാടില്ല. കയറ്റത്തിൽ പിന്നെ 2 കോർസിയുള്ള ഒരു ദോപ്യ സെൻസോയില് നമ്മൾ ഓവർടേക്കും പാടില്ല. 4 കോർസി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓരോ ദിശയിലേക്ക് ഈ 2 കോർസിയുള്ള ഒരു ദോപ്യ സ്ട്രാതി ആണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം, കാരണം 2 കോർസി ഉണ്ട് ഓരോ ഡയറക്ഷനിലേക്ക്. സാധാരണ ആകെ 2 കോർസി ഉള്ളെങ്കിൽ അതും പാടില്ല. അപ്പൊ ഇത് കോൺസെൻട്രേറ്റ എഫക്റ്റ് ഫെർമാത ചെയ്യാൻ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ്. സെഞ്ഞാലെ raffigurato vieta sorpasso dei treni. ത്രാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്, വിയത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. അവിടെ ത്രാം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ത്രാമിന്റെ ഒരു അട്രവേഴ്സം എന്താ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അടുത്ത് സെഞ്ഞാലെ raffigurato സെഞ്ഞാലെ ഇൻഡിക്കേഷൻ, ഇൻഫർമേഷൻ. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ സൈൻ. ഇത് പെരിക്ലോസ് സൈനാണ്. ഇൻഫർമേഷൻ സൈനൊക്കെ ചതുരാകൃതിയിലായിരിക്കും വരിക. അപ്പൊ സെഞ്ഞാലെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണ്. Segnale raffigurato preannuncia un tratto di strada con una serie di dosi. പരമ്പര. ദോസി എന്ന് പറഞ്ഞാൽ കയറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞിരിക്കുന്നത്.
ഇത് വളവിന്റെ പരമ്പരയാണ്, അല്ലാതെ കയറ്റങ്ങളുടെ പരമ്പരയല്ല. കുർവകളുടെ പരമ്പരയാണ് ഉണ്ടാകുന്നത്. തെറ്റ്. In presenza del segnale raffigurato si deve viaggiare. ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മൾ വിചാരം ചെയ്യേണ്ടത് അന്തത്തൂര പർട്ടിക്കുലർമെന്റ് മോദറാത്ത, പ്രത്യേകം മിതത്വമായ വേഗതയിൽ വേണം പോകാനായിട്ട്. സി ചിർക്കുള കോൺ റൊത്തീനോ. റൊത്തീനോ എന്ന് പറഞ്ഞാൽ ചെറിയ ടയർ. ഒരുപക്ഷെ നമ്മൾ സ്റ്റെപ്പിനി ടയറായ പഞ്ചർ മാറ്റിയിട്ട് സ്റ്റെപ്പിനി ടയർ അല്പം മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതാന്ന് വിചാരിക്കാം. മറ്റതൊക്കെ നല്ല വലിപ്പമുള്ളതാണ്, ഒരെണ്ണം മാത്രം ഇച്ചിരി ചെറുതായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമുക്ക് അധികം നേരം അങ്ങനെ ഓടാൻ പാടില്ല. ഒരു എമർജൻസി സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പർട്ടിക്കുലർമെന്റ് മോദറാത്ത, വേഗതയിൽ അങ്ങേയറ്റം മിതത്വം പാലിക്കണം. ഉത്തരം ശരിയാണ്. അടുത്തത് segnale raffigurato preannuncia che bisogna usare prudenza perché vicino un pericolo. അപ്പൊ ഇതൊരു പെരിക്ലോസ് സൈനാണ്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു പെരിക്ലോസ് സൈനാണ്. അപ്പൊ ഏത് അപകടകരമായ സാഹചര്യത്തിലും വേണമെങ്കിൽ ഇങ്ങനെ ഒരു അടയാളം വേണമെങ്കിൽ വെക്കാം. അപ്പൊ പെരിക്ലോ ജനറിക്കോ എന്നാണ് ഈ അടയാളത്തിന്റെ പേര്. ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രിയനോണിച്ച കെ ബിസോഞ്ഞ ഉസാരെ പൃഥ്വൻസ. ഏറ്റവും ശ്രദ്ധ, കെയർഫുൾ ആയിരിക്കണം. പുറക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചിനോൻ പെരിക്കളോ, വളരെ അടുത്ത് ഒരു ഹസാർഡ്, ഒരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു അടയാളം നമ്മൾ കാണുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം ശരിയാണ്. ഓക്കെ, നമുക്കിവിടെ എത്ര മാർക്ക് കിട്ടി നോക്കാം. നമുക്കിവിടെ 30 മാർക്കുകൾ കിട്ടി. നമ്മൾ ആൻസർ ചെയ്ത ചോദ്യങ്ങളൊക്കെ തന്നെ ശരിയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ക്വിസ് ആണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.